2023 മാർച്ച് കോവളത്ത് വെച്ച് നടന്നതായിട്ടുള്ള റീയൂണിയനിൽ എല്ലാവരും ചേർന്ന് ഒരു തീരുമാനമെടുത്തു. അടുത്ത പ്രോഗ്രാം തീർച്ചയായിട്ടും നമ്മളുടെ പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ ആയിരിക്കണം. പഠിച്ചതായിട്ടുള്ള നടന്നുപോയതായിട്ടുള്ള കലാലയത്തിലേക്ക്, നമ്മളെ പഠിപ്പിച്ച് വലുതാക്കിയതായിട്ടുള്ള കോളേജിലേക്ക് ഒരിക്കൽ കൂടി പോകണം. നമ്മുടെ സഹധർമ്മിണികൾ നമ്മൾ പഠിച്ചതായിട്ടുള്ള കലാലയം കണ്ടിട്ടില്ല, അവരെ ഒന്നുകൂടി ഇത് കാണിക്കണം എന്നൊരാഗ്രഹത്തോടു കൂടി ഈ പ്രോഗ്രാം പാലക്കാട് ഗ്രൂപ്പിൻ്റെ ചുമതലയിൽ ഏർപ്പെടുത്തി. ഈ പ്രോഗ്രാമിന് ധാരാളം പ്രത്യേകതകളുണ്ട്. ഇതുവരെയും വരാത്തതായിട്ടുള്ള പല സഹപാഠികളും ഇതിൽ പങ്കെടുത്തു. ഫീൽഡ് തിയറിയും കൺട്രോൾ സിസ്റ്റംസും ഒക്കെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്ട്സാണ്. ഇത് ഞങ്ങളെ പഠിപ്പിച്ചതായിട്ടുള്ള സാറായിരുന്നു ബാബുരായ് സാർ. സാറ് വളരെ ആത്മാർത്ഥതയോടെ, സിൻസിയറിറ്റിയോടെ വളരെ നന്നായി ക്ലാസ് എടുത്തതായിട്ടുള്ള ഒരു അധ്യാപകനായിരുന്നു. ഇത്രയും ആത്മാർത്ഥതയോടെ പഠിപ്പിക്കുന്നത് കാരണം ഈ സാറിൻ്റെ ക്ലാസ് കട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മിക്ക ക്ലാസ്സുകളിലും ഞങ്ങൾ കയറത്തില്ലായിരുന്നെങ്കിലും സാറിൻ്റെ ക്ലാസ്സിൽ പോയിരിക്കുകയും ഒന്നും മനസ്സിലായില്ലെങ്കിൽ കൂടി മനസ്സിലായി എന്ന് തലകുലുക്കി സാറിനെ സന്തോഷിപ്പിക്കുകയും ചെയ്തതായിട്ടുള്ള ഒരു അധ്യാപകൻ കൂടിയായിരുന്നു ബാബുരാജ് സാർ. പല വർഷങ്ങൾക്ക് ശേഷവും ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത ചില സബ്ജക്ട്സ് തന്നെയാണ് ഫീൽഡ് തിയറിയും കൺട്രോൾ സിസ്റ്റംസും. ഇത്രയും ബുദ്ധിമാൻ, പാടാൻ കഴിവുള്ളതുമായിട്ടുള്ള, നന്നായി സിൻസിയറിറ്റിയോടെ വളരെ കൂടെ പഠിപ്പിച്ചതായിട്ടുള്ള ഈ അധ്യാപകൻ്റെ വാക്കുകളിലേക്ക് ഒരു നിമിഷം നമുക്ക് കാതോർക്കാം. ഞാനിവിടെ, നിങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഓർമ്മകളൊക്കെ പുതുക്കാനാണ്. ശശി സാറ് പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്, പക്ഷേ ഈ ക്യാമ്പസിൽ ധാരാളം സംഗതികൾ മാറിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അന്ന് ഓർക്കാവുന്ന പല കാര്യങ്ങളും ഇന്നും ഇവിടെ ഉണ്ടായിരിക്കും. എല്ലാം ഒന്നും മാഞ്ഞു പോയിട്ടില്ല, മറന്നു പോയിട്ടില്ല. ഇപ്പൊ താജുദ്ദീനെ തന്നെ നോക്കൂ. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് താജുദ്ദീൻ ഇവിടെ നിന്ന് പഠിച്ചത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് താജുദ്ദീൻ ഇവിടെ പഠിപ്പിച്ചത്. എല്ലാ തെർമൽ എഞ്ചിനീയറിംഗ്, ഹീറ്റ് എഞ്ചിൻസ്, അത് ഇത് ഒക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ താജുദ്ദീന്റെ ഓർമ്മയിൽ ആദ്യം വന്നത് എന്താ? ഇവിടുത്തെ ലവ്ലി കോണർ. ഈ ഭൂമിയിൽ ജനിച്ച് ഈ ഭൂമിയിൽ നിന്ന് തിരികെ പോകുമ്പോ നമുക്ക് അഹങ്കരിക്കാൻ ഒന്നും ഉണ്ടാകരുത്, പക്ഷേ അഭിമാനിക്കാൻ നമുക്കൊരായിരം കാര്യങ്ങളുണ്ട്. So I am of the opinion that you must always remember this institution in spite of all its shortcomings. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തുണ്ടായാലും അമ്മയെ സ്നേഹിക്കുന്നത് പോലെ നമുക്ക് നമ്മുടെ ആദ്യ ഡിഗ്രി സമ്മാനിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. 25 വർഷം ഫീൽഡ് തിയറി പഠിപ്പിച്ചു എന്ന് നമ്മളെ മാഷെന്ന് അപരനാമധേയത്താൽ അറിയുന്ന വേണുഗോപാൽ പറഞ്ഞെങ്കിൽ ഞാൻ അഭിമാനിക്കുന്നു. ഫീൽഡ് തിയറിയുടെ കാലിക്കറ്റ് സർവകലാശാല സിലബസ് എഴുതി അതേ സിലബസ് സ്വയം പഠിപ്പിക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ. അത് ഏറ്റെടുത്ത് നടത്തിയ എൻ്റെ ഈ ശിഷ്യനെ അഭിമാനിക്കുന്നു. 25 years ഫീൽഡ് തിയറി പഠിപ്പിച്ചാൽ അദ്ദേഹത്തിന്റെ ആരോഗ്യം പോയെങ്കിൽ അതിശയിക്കാനില്ല. അദ്ദേഹത്തിന്റെ ഈ പുനർജീവനം ഞാൻ അഭിമാനത്തോടെ നേരിടുന്നു. കാരണം ഒരു ആത്മാഭിമാനത്തോടെ തന്റെ കർത്തവ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തിരിച്ച് ഈ ജീവിതത്തിലേക്ക് വന്നത്. നമ്മളെല്ലാവരും നമ്മുടെ കർത്തവ്യം നിർവഹിക്കേണ്ടതാണ്. അത് നിർവഹിച്ചു വേണം. ഞാൻ കഴിഞ്ഞ ഒരു ബാച്ച് 2 മാസം മുമ്പ് ഇതിന്റെ മുകളിലുള്ള ഹാളിൽ പറയുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, പണ്ടൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് ഡു ഓർ ഡൈ എന്നാണ്. ഒന്നുകിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ മരിച്ചു പോകണം. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾക്ക് എത്ര പ്രായമുണ്ടായാലും, നിങ്ങൾ എവിടെ നിന്നാലും നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് ഡു ആൻഡ് ദെൻ ഓൺലി ഡൈ. മനസ്സിലായോ? ചെയ്യാനുള്ളതെല്ലാം ചെയ്തു തീർക്കണം. നമ്മൾ ഇന്നെന്ത് സംഭവിക്കുന്നു, നാളെ എന്ത് സംഭവിക്കുന്നതിനെ കുറിച്ച് നാം ഒരു തരത്തിലും വേവലാതിപ്പെടേണ്ടതില്ല. ഇന്ന് ഞാൻ എന്നോട് സോമശേഖരൻ സാർ ചോദിച്ച ഡയറി ഞാൻ പഠിച്ചത് ഗോവിന്ദമേനോൻ സാറിൽ നിന്നാണ്. ഡോക്യുമെന്റേഷനിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ തന്റെ എല്ലാ വൈദഗ്ധ്യവും പഠിപ്പിച്ചത് 17 വർഷം ഇവിടെ ഇരുന്ന ഗോവിന്ദമേനോൻ സാർ. കർക്കശമായ തീരുമാനങ്ങളിലൂടെ ഇവിടെയൊക്കെ കിടിലം കൊള്ളിച്ച പണിക്കർ സാറിൽ നിന്നും ഞാൻ പല കാര്യങ്ങളും പഠിച്ചു. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് സാമ്പത്തിക ശാസ്ത്രം ശരിക്കും കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ PGB സാറിൽ നിന്നും ഞാൻ പല കാര്യങ്ങളും പഠിച്ചു. ഇതെല്ലാം കൂട്ടിച്ചേർത്താണ് 7 വർഷം. ഇപ്പൊ ഞാൻ 2ാം സ്ഥാനത്താണ്. എന്നുവെച്ചാൽ 17 വർഷം ഗോവിന്ദമേനോൻ സാർ കഴിഞ്ഞാൽ 7 വർഷം ഞാനാണ് 2ാം സ്ഥാനം. ഇവിടുത്തെ 7 വർഷം 7ാമത്തെ പ്രിൻസിപ്പലായിട്ടാണ് ഞാൻ ഇവിടെ ഇരുന്നത്.
മനസ്സിലായോ? എൻ്റെ റെക്കോർഡ് ആരെങ്കിലും ഭേദിക്കും അടുത്ത കാലത്തിന്? എല്ലാ റെക്കോർഡുകളും അങ്ങനെയാണ്. ഭേദിക്കില്ല എന്ന് നമ്മൾ വിചാരിച്ചാൽ അടുത്ത ദിവസം അത് ഭേദിക്കപ്പെടും. പക്ഷേ അഭിമാനത്തോടെ ഞാൻ പറയുന്നു, മുൻകാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നവരിൽ നിന്നും നാം പലതും പഠിക്കും. നമ്മുടെ പിതാക്കളിൽ നിന്ന്, ഗുരുക്കളിൽ നിന്ന്, നമ്മളെ ആദ്യാക്ഷരം എഴുതിച്ചവരിൽ നിന്ന്. ഞങ്ങൾ അധ്യാപകർ എങ്ങനെയെന്ന് വെച്ചാൽ അവരുടെ തനി സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിൽ 2 തരം മാർക്കേഴ്സ് ഉണ്ട്. ഒന്ന് ഇറേസബിൾ മാർക്കർ, ഒന്ന് പെർമനന്റ് മാർക്ക്. ഞങ്ങളുടെ വിദ്യാർത്ഥികൾ, പൂർവ്വ വിദ്യാർത്ഥികളുടെ പേരിൽ എഴുതിയിരിക്കുന്നത് അവരുടെ വേണ്ടാധീനങ്ങളെല്ലാം ഞങ്ങൾ ഒരു ഇറേസബിൾ മാർക്കറിലാണ് മാർക്ക് ചെയ്യുക. അവരുടെ നല്ല കാര്യങ്ങളെല്ലാം ഞങ്ങളൊരു പെർമനന്റ് മാർക്കറിൽ മാർക്ക്. അതുകൊണ്ട് നിങ്ങളെ കാണുമ്പോൾ ഞങ്ങൾ അഭിമാനം കൊള്ളും. നിങ്ങൾ മുന്നിലിരുന്നോ പിന്നിലിരുന്നോ ഇതൊന്നും ഞങ്ങൾക്കൊരു കാര്യമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്രദമായ കാര്യങ്ങൾ ഞങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിമാനത്തോടെ ഞങ്ങൾക്ക് ഈ ലോകം വിട്ടുപോകാം. അല്ല, മറ്റൊന്നാണ്, ഒരു അഹങ്കാരവും ഒരു ടീച്ചർക്കുമില്ല. നിങ്ങളെ ആദ്യക്ഷരം എഴുതിയിരിക്കുന്ന ഗുരു എന്താണ് ആഗ്രഹിക്കുന്നത്? എന്നേക്കാൾ വലിയ, ഈ ലോകത്തിൽ ഏറ്റവും വലിയവനായി അക്ഷരാഭ്യാസം ചെയ്ത് മുന്നോട്ട് വരുന്ന ഒരാളായി മാറണം ഈ കുഞ്ഞ് എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതാണ് ഒരു മെയിൻ ഉദ്ദേശം ഇങ്ങനത്തെ ഒരു ഇവന്റിന്റെ. Before that, I think I should introduce my team. Please come on the stage. Subramanian, Tajuddin, Krishnakumar, Humayun, and Varghese John. തീർച്ചയായിട്ടും അതൊക്കെ ക്ഷമിക്കുക, കൊടുക്കുക, എൻജോയ് ചെയ്യുക. കമന്റ്സ് ഒക്കെ എന്നോടും ഞങ്ങളോട് മാത്രം പറയാം, നല്ലതാണെങ്കിൽ എല്ലാവരോടും പറയാം. Two buses will there. First we'll go to the Heritage Museum at Kalpati. സ്നേഹപ്രഭ വരുന്നിട്ട് പൊയ്ക്കോന്ന് പറഞ്ഞിട്ട് കൽപ്പാത്തി മ്യൂസിയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. കൽപ്പാത്തി മ്യൂസിയം നിങ്ങളെ കാണിക്കണം എന്ന് ഞങ്ങളുടെ ഈ ഓർഗനൈസിംഗ് മീറ്റിങ്ങിൽ ആദ്യം മുതൽ അവസാനം വരെ നിർബന്ധിച്ച് ഈ പ്രോഗ്രാം ഇതിൽ ഉൾപ്പെടുത്തിയത് ശ്രീ സുബ്രഹ്മണ്യമാണ്. നമ്മുടെ കോളേജിൽ നിൽക്കുന്നതായിട്ടുള്ള പാലക്കാടിൻ്റെ ഹെറിറ്റേജ് ഇമ്പോർട്ടൻസ് ഉള്ള ഈ കൽപ്പാത്തി മ്യൂസിയം റീസെൻ്റ്ലി റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കാണണം, എല്ലാവർക്കും ഇത് കാണാനുള്ള ഒരു നല്ല ചാൻസ് ആണെന്ന് പറഞ്ഞിട്ട് വളരെ നിർബന്ധിച്ചിട്ട് ആണ് ഈ പ്രോഗ്രാം ഇതിൽ ഉൾപ്പെടുത്തിയത്. കണ്ടു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നമുക്കെല്ലാം അത് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റേതായിട്ടുള്ള ഒരു ക്രെഡിറ്റ് നമ്മുടെ സുബ്രഹ്മണ്യത്തിന് തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കണം. ആ ഒരു വർഷം അവിടെ കൃഷിയും കന്നുകാലികളൊക്കെ സംരക്ഷിച്ചതിന് ആ ദേവിയോടല്ല ദേവനോടും നന്ദി പറയുന്നതാണ്. ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ആ അമ്പലത്തിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടിരുന്നത്. ഇത് അവിടെ ഒരു മാപ്പുണ്ട്. ആ മാപ്പിൽ നോക്കിയാൽ അർബനമുട്ട്, ദഫ്മുട്ട്, അങ്ങനെയുള്ള കലാരൂപങ്ങളൊക്കെ എങ്ങനെയാണ് കേരളത്തിലേക്ക് വന്നതെന്ന് കാണാൻ കഴിയും. ഒപ്പം തന്നെ അതിൽ പഴയ ട്രേഡ് റൂട്ടുകളാണ് കാണിച്ചിരിക്കുന്നത്, കേരളത്തിലേക്ക് വന്ന ട്രേഡ് റൂട്ടുകൾ. ഹൃദയം